ഒരുപടി സംഭവബഹുലമായ സമയമാണ്, ദിവസങ്ങളാണ് കടന്നുപോയത്. ഇസ്രായേൽ യുദ്ധം, വിമാനാപകടമൊക്കെ. അതിൽപ്പെട്ട് ആദ്യമായിട്ട് പ്രാദേശികമായിട്ടൊരു വാർത്ത പറഞ്ഞിട്ട് തുടങ്ങാം. ഇന്ന് തണ്ടക്കാട് മുസ്ലിം ഹൈസ്കൂൾ കോമ്പൗണ്ടിനകത്ത് റോയൽ കമ്പനിക്കാരെ ഒരു ബേക്ക് തുടങ്ങി. വലിയ കൊട്ടിഘോഷിച്ച് ആഘോഷത്തോടെയൊക്കെയാണ്. അപ്പോൾ 63ാമത്തെ ഷോപ്പ് മറ്റാണ് കേരളത്തിൽ. അതൊന്നും കുഴപ്പമില്ല, ബേക്ക് തുടങ്ങാം. അത് തുടങ്ങി ഉദ്ഘാടനത്തിൽ പ്രാസംഗികൻ പറഞ്ഞത് കുട്ടികൾക്ക് ഇനിയൊന്നും വാങ്ങിക്കാൻ പുറത്തു പോകേണ്ട, എല്ലാം ഇവിടുന്ന് കിട്ടുമെന്ന്. നല്ല കാര്യം, മായം ചേർത്ത വസ്തുക്കൾ വിൽക്കുന്നത് നല്ലത് തന്നെ, തെറ്റൊന്നുമില്ല. പല സ്കൂളുകളിലും പല സ്ഥാപനങ്ങളും ക്യാൻറ്റീൻ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇതുപോലെ കടകളൊക്കെ ഉണ്ട്, ശരി. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ കുട്ടികൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാനാണോ? അവർ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ സംവിധാനമുണ്ട്. അവിടെ പഠിക്കാനാണ് വരുന്നത്. ഇനിയിപ്പോൾ എന്ത് സംഭവിക്കും? കുട്ടികളിൽ നിന്ന് ഭക്ഷണം വീട്ടിൽ കൊണ്ടുവരാതെ ആവും. ഇത് ഭക്ഷണം കഴിക്കാതെ വൈറ്റമിൻ ഷോർട്ടേജ് കൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളൊരു 10,000 കുട്ടികളെ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ നിങ്ങൾ പരിശോധിച്ചാൽ, അല്ലെങ്കിൽ പരീക്ഷണത്തിന് വിധേയമാക്കിയാൽ അതിലൊരു 90% കുട്ടികൾക്കും വൈറ്റമിൻ്റെ അല്ലെങ്കിൽ പോഷകാഹാരക്കുറവുണ്ട്. സാധനം അവർ ഒന്നാമത്തിൽ ഇപ്പോഴത്തെ ഫോൺ കാരണം രാത്രി ഉറക്കമില്ല, ഉറക്കം മസ്റ്റാണ്. പിന്നെ സ്ലിം ബ്യൂട്ടി ആകാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നില്ല, കഴിച്ചതിന് വെയിറ്റ് മുകളിൽ ഭക്ഷണം കഴിക്കില്ല. എല്ലാം കൊണ്ടും തലമുറ അധംബരത്തിലേക്കാണ്. ഇത് തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് പറഞ്ഞല്ലേ, ഞാനും നീയും ശ്രദ്ധിക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ ഈ നഗ്നമായ തെമ്മാടത്തിനും വഞ്ചനയൊക്കെ? അത് ഔദ്യോഗികമായിട്ട് തന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് സ്കൂൾ മാനേജ്മെൻറ്റ്, പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് കൗൺസിലർമാർ. അവർ ധരിക്കുന്നുണ്ടോ പൈസ ഇല്ലാതെ കുട്ടികൾ വരുമ്പോൾ, ഇല്ല മറ്റു കുട്ടികൾ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ അവരെന്ത് ഉള്ള വിഷമമുണ്ടെന്ന്? ഇത് തന്നെയാണ് ICU പറഞ്ഞത്, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് പറയുന്നത്. ഇത് തന്നെയാണ് എൻ്റെ ആരംഭത്തിൻ്റെ സൂചനയാണിത്. എന്തുകൊണ്ട് ഞാൻ ആ വിഷയം നിർത്താം, കാരണം അതിന് അമിതമായി പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷേ മറ്റൊന്ന്, ട്രിവാൻഡ്രം സെക്രട്ടേറിയറ്റിൽ സ്ഥലം മാറിപ്പോയ ഒരു ദളിത് സ്ത്രീയുടെ റൂം അല്ലെങ്കിൽ കസേര ശുദ്ധികലശം നടത്തിയെന്ന് വാർത്ത. നമ്മുടെ 21ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഇന്ത്യയിലെ കൊച്ചു കേരളത്തിലെ ട്രിവാൻഡ്രത്തിൻ്റെ അവസ്ഥ. ഇത് ഇന്ത്യയിൽ നടന്നല്ല, ലോകത്തിൽ ഒരു രാജ്യത്ത് നടന്ന സംഭവമാണ്. അവിടുത്തെ ഏറ്റവും ഉന്നത നേതാവ് അല്ലെങ്കിൽ അധികാരി, ഏറ്റവും വലിയ ഒരു ഭരണ സ്ഥാപനം പുതുക്കിപ്പണതു. അതിൽ ആ ഏറ്റവും ഉന്നതനായ ആ വ്യക്തിക്ക് അവിടെ കടക്കാൻ പ്രവേശനം കൊടുത്തില്ല. ഏറ്റവും വലിയ ദേവാലയമാണത്, ആ ദേവാലയത്തിന് ഒരു വരുത്തിയില്ല. എവിടെ എത്തി നമ്മുടെ ലോകം? ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് തന്നെയല്ല, ഇസ്രായേലിൻ്റെ ഇറാനിലെ ആക്രമണം, ഇറാനും അത്ര ക്ലിയറാണെന്ന് നമ്മൾ പറയുന്നില്ല. ഇറാനും അന്ധമായിട്ട് നമ്മൾ പുകഴ്ത്തുന്നില്ല. ഒന്നാമത്തിൽ സുന്നിയല്ല, അവർ ഇതാണ് ബോറി മുസ്ലിം എന്നുള്ള ഇതാണ്, ഷിഹാക്കളാണ്. അപ്പം അതുകൊണ്ട് അതിനേതായ ചില വ്യത്യാസങ്ങൾ എന്തോ ആകട്ടെ. പക്ഷേ ആ രാജ്യത്തിന്, അല്ലെങ്കിൽ അതുപോലൊരു രാജ്യത്തിന് സ്വന്തമായിട്ട് അണുബോംബ് ഉണ്ടാക്കാൻ പറ്റില്ല. മറ്റ് 7-8 രാജ്യങ്ങളിൽ റഷ്യയും അമേരിക്കയൊക്കെ 5,000-6,000 ഒക്കെ ബോംബ് ഉണ്ടാക്കി വെച്ചാണ്. ഇസ്രായേൽ അത് എണ്ണ കുറവാണ്. മറ്റു പല രാജ്യങ്ങളുണ്ട്, പാകിസ്ഥാനിലുണ്ട്, ഇന്ത്യയിലുണ്ട്. പക്ഷേ ഇറാൻ ഉണ്ടാക്കുന്ന ഇപ്പോൾ ഇസ്രായേൽ സമ്മതിക്കില്ല. ലോകരക്ഷയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി ഇറാനിലെ അണുആയുധ കേന്ദ്രം തകർക്കണം എന്ന് പറയുന്നത് രാവിലെ, ഇന്ന് വെള്ളിയാഴ്ചയുള്ളത്, ഇന്ന് വെളുപ്പിനാണ് അവിടെ. അതേ സ്ഥാനത്ത് ലണ്ടനിലേക്ക് പോയി ഇന്ത്യയുടെ വിമാനം ഇന്നലെ 1 മണിക്ക് പകൽ സമയമാണത്, ഏതാണ്ട് 6 മണിക്കൂർ വ്യത്യാസത്തിലാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു വിമാനം അപകടം ഉണ്ടായി. അതിൽ യാത്രക്കാരിൽ ഉൾപ്പെടെയുള്ളതിൽ ഒരാൾ വെച്ച് ബാക്കി എല്ലാവരും മരിച്ച്. അത് കൂടാതെ വീണ സ്ഥലത്തും മരിച്ചു. 10-20 പേർ മരിച്ചതാണ്.
അതുകൊണ്ടുകൂടി ഇറാനിലെ ആക്രമണത്തിൻ്റെ പ്രാധാന്യം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇതിലൊക്കെ പുറകിലുള്ള കളി ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ട്രിവാൻഡ്രത്തെ കാര്യം പറഞ്ഞില്ലേ, ദളിത് സ്ത്രീ സ്ഥലം മാറിപ്പോയപ്പോൾ ഗംഗാന്തരവും കൊണ്ട് ശുദ്ധീകരിച്ചത്. അതുപോലെ ഒരു വൃത്തികേട് സംഭവമാണ് ഒരു മലയാളി ലണ്ടനിൽ പോയി വിമാനത്തിൽ നേഴ്സാണ് അപകടം മരിച്ചെക്കുറിച്ച് ഒരു ഡെപ്യൂട്ടി തഹസീൽദാർ, വെറും ക്ലർക്കല്ല, ഡെപ്യൂട്ടി തഹസീൽദാർ നാളെ തഹസീൽദാരാവും, മറ്റന്നാൾ ഡെപ്യൂട്ടി കളക്ടറാവും. ഡെപ്യൂട്ടി കളക്ടർ എന്താണ്, റാങ്ക് കൂടിയില്ലേ? അങ്ങനെയുള്ള ഒരാൾ വളരെ മോശമായിട്ട് ആ സ്ത്രീയുടെ വർഗത്തിൽ, അതും കൂടി പറയുക, വർഗത്തിൽ മോശമായിട്ട് പറഞ്ഞു. പൊന്ന സുഹൃത്തെ, നിങ്ങൾ സർക്കാരിന് പണം വാങ്ങി ജീവിക്കുമ്പോഴേ, അപ്പോൾ ഇത് പറയുന്നത് ഇയാൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, ഇയാൾ മദ്യം കഴിച്ചിട്ടുണ്ടായെന്നൊക്കെ പറഞ്ഞു, അങ്ങനെ ചെയ്താന്ന് പറയുന്നുണ്ട്. എന്തോ കേട്ടെ തെറ്റില്ല. അതെങ്ങനെയുള്ളവരൊക്കെ പിരിച്ചു വിട്ടാൽ പോരാ, പിരിച്ചു വിട്ടതിന് ശേഷം ശക്തമായി ശിക്ഷ കൊടുക്കണം. ആരും ജാതി മതമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അത് ഇവിടെ പിന്നോക്കരായാലും ദളിതായാലും മുന്നോക്കരായാലും ന്യൂനപക്ഷമായാലും തെറ്റ് ചെയ്താൽ അവരത് ശക്തമായിട്ട് താക്കീത് കൊടുക്കണം, ശിക്ഷ കൊടുക്കണം. അത് ഞങ്ങൾ ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് 100% അതിനെ അപലപിക്കുകയാണ്. അതൊന്നുമല്ല സോഷ്യൽ. ഞങ്ങൾ ഈ മുന്നോക്ക സമുദായ ചില രീതികളെ കുറിച്ച് ഞങ്ങൾ ഇത് പറയാറുണ്ട്. അത് ആശയത്തെയാണ്, അല്ല വ്യക്തികളല്ല. അത് ചെയ്ത് 100% തെറ്റാണെന്ന് പറയാം. ഈ കുറേ നാൾ മുൻപ്, ഏതാനും നാൾ കൊച്ചിൻ എയർപോർട്ടിൽ ഒരു ചെറിയ സെക്ഷൻ ചാർജ് എനിക്ക് കിട്ടി. അതിൽ നിന്ന് മനസ്സിലാകുന്നത്, ഈ വിമാനത്തിൽ ഭാരം ഒരു വിഷയമാണ്, പറന്നു പോകണ്ടല്ലോ, ഓടിപ്പോകുന്നല്ലോ. വിമാനത്തിൽ ലഗേജ് കയറ്റുക ഇപ്പോൾ കുറച്ച് കഷ്ടമാക്കിയിട്ടാണ്. പണ്ട് ഒരു യാത്രക്കാരൻ ഒരു 10 കിലോ കൂടി അവനെന്തെങ്കിലും സോപ്പിട്ട് കൈക്കൂലി കൊടുത്തിട്ട് അത് കൂട്ടും. പക്ഷേ 1 കിലോ 10 കിലോ കൂടിയാൽ കുഴപ്പമില്ല. പക്ഷെ 300 യാത്രക്കാരിൽ 3000 കിലോ ആണ്. 3000 കിലോ അവരുടെ വിമാനത്തിൻ്റെ ആ തൂക്കത്തിൽ അത് അഡ്ജസ്റ്റ് പോകാതെ വന്നാൽ അതും ഒരു അപകടത്തിന് കാരണമാണെന്ന് പറയും. പക്ഷെ ഇന്നലെ സംഭവം അതല്ലെന്ന് പറയുന്നുണ്ട്. അതുപോലെ ട്രെയിനിൽ ഈ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റായ നിലയ്ക്ക് അതൊരു 4-5 വർഷം ആ റെയിൽവേയായിട്ട് കുറച്ച് ബന്ധമുണ്ട്. അപ്പോൾ അതിൽ ഗുഡ്സ് വണ്ടിയാണ് ആദ്യം പാളം തെറ്റുന്നത്, യാത്രാ വണ്ടി അധികം പാളം തെറ്റാറില്ല. എന്താണ് ഈ യാത്രാ വണ്ടി പാളം തെറ്റുക, ഗുഡ്സ് വണ്ടി തെറ്റുന്നത്? അതിനർത്ഥം 100-150 വേഗന പോകുന്നത്. അതിൽ ഈ അലൂമിനിയം കട്ട പോലെ അല്ലെങ്കിൽ ഇരുമ്പ് പോലെ ഹെവി വെയിറ്റ് ഉള്ളൂ, എന്നാൽ അധികം ഓളിയം വേണ്ടാത്ത ഒരു സാധനമുണ്ട്. സാധാരണ 22 ടൺ വരെയായിട്ടാണ് ഒരു ഇത് കണ്ടുപോകുന്നത്. അങ്ങനെ ഏതാണ്ട് ഒരു 28 ടണ്ണല്ല, അങ്ങനെ ഒരു കണക്കുണ്ട്. ആ കണക്കിനേക്കാൾ ഏതാണ് ഇരട്ടിയോളം കയറ്റും കൈക്കൂലി കൊടുത്തിട്ട്. അപ്പോൾ ഈ ഓളിയം കുറവായതുകൊണ്ട് കയറ്റി അറിയില്ല. അവിടെ സംഭവിച്ചാൽ ഈ ആക്സിഡൻറ്റ്, ഈ ഓടി ഈ വെയിറ്റ് കൂടിയ കോച്ചല്ല പിന്നെ വാഗൻ്റെ ആക്സിൽ ചൂടാവും ലൂസായി അത് തെറ്റുമ്പോൾ മൊത്തം വളം തെറ്റും. അങ്ങനെയാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്നൊന്നുകൂടി വിനയമായിട്ട് പറയണം. പിന്നെ ഉണ്ണിത്താൻ, നമ്മുടെ കാസർഗോഡ് MP ആയിരുന്നു MP ഉണ്ണിത്താൻ, ഇന്ന് നിലമ്പൂർ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, അവിടെ AKG 455 പറ്റോ നെഹ്റു AK ഗോപാലൻ അദ്ദേഹം നെഹ്റുവിനെ വെല്ലുവിളിച്ചിരുന്നു. എന്താണ് വെച്ചത്, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇവിടെ കിടന്ന് ഒരാൾ കോൺഗ്രസ് മത്സരിപ്പിക്കാനെന്ന്? ആ സ്ഥാനത്ത് പോയ ഉണ്ണിത്താൻ അവിടെ ജയിച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, കാസർഗോഡ് മണ്ഡലമൊക്കെ ഏതാണ്ട് കുറച്ചുകൂടി മുസ്ലിം മേഖലയാണ്, കുറച്ചുകൂടി ഭൂരിപക്ഷമൊന്നുമല്ല എങ്കിലും കുറച്ച് ഇല്ല. നമ്മൾ കേരളത്തിലെ ജനസംഖ്യ മുസ്ലിങ്ങൾ ഏതാണ്ട് 40%. അപ്പോൾ ഏതാണ്ട് 20-ന്റെ 40% 8 സ്ഥാനം അവർക്ക് കൊടുക്കാം, ജനസംഖ്യക്ക് ആനുപാതികമാണെങ്കിൽ. ആ 8 സ്ഥാനം ആകെ കൊടുക്കുക 2 ലീഗിനും 1 ദേശീയ മുസ്ലിം, 3 പേർക്ക് കൊടുക്കണം. അപ്പോൾ കാസർഗോഡൊക്കെ മുസ്ലിങ്ങൾ ഇത് ഒരിക്കൽ എൻ്റെ ഓർമ്മ ഹമീദ് അലി ഷംനാട് ആരും മറ്റും അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട്, എനിക്കില്ല ഇത് അപ്പോൾ കൊടുക്കണ്. അപ്പോൾ അടുത്ത പാർലമെൻറ്റ് ഇലക്ഷനെങ്കിലും ഈ 8 പേര് കൊടുക്കുന്നതെടുത്ത് 3-1 കണക്കാക്കിയാൽ 7 കൊടുക്കാം. 7 സീറ്റ് കൊടുക്കണം മുസ്ലിം സമുദായത്തിന്. അത് ലീഗിന് 2 സീറ്റ് മാത്രമേ കൊടുക്കാവുള്ളൂ, ഒരു സീറ്റ് കൂടുതൽ കൊടുക്കരുത്. നിങ്ങൾ ലീഗിന് കൂടുതൽ കൊടുത്ത് ഭരണം പിടിച്ചെടുക്കാമെന്ന് കോൺഗ്രസ് വിചാരിക്കണ്ട.
ലീഗ് നമ്മൾ ഒറ്റപ്പെടുത്തോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ മാറ്റണമെന്നല്ല. അവർ രണ്ട് കാര്യം ചെയ്യണം. ഒന്ന്, അവർക്ക് ആനുപാതികമായിട്ടുള്ള ആവശ്യം മാത്രം അവർ വാങ്ങിക്കാവൂ. എന്നിട്ട് അവരെന്തൊരു സമുദായത്തിന് വേണ്ടി വാദിക്കണം. ഞങ്ങളുടെ മുസ്ലിം സമുദായം ഞങ്ങൾ ഇത്രയുണ്ട്, ഞങ്ങൾ ഇത്ര വേണം എന്ന് വെച്ചിട്ട് ലീഗ് അല്ലാത്ത കോൺഗ്രസ് നിൽക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നിൽക്കുന്ന മുസ്ലിങ്ങളുണ്ടെങ്കിൽ അവർക്ക് സീറ്റ് വാങ്ങിച്ചു കൊടുക്കണം. അതറിയാം. മറ്റൊന്ന്, മുസ്ലിം എന്ന പേര് മാറ്റണം. മുസ്ലിം എന്ന പേര് മാറ്റുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. ഇതൊക്കെയാണ് എത്ര വർഷം, 77ാമത്തെ വർഷമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യയിലായിട്ട്. എന്നിട്ട് ഇപ്പോഴും എന്താണ് ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗായിട്ട് അനുഭവിച്ചില്ലേ? അത് 80-ൽ തുടങ്ങി 45 വർഷം പഴക്കമാണ്. 30 വർഷം കഴിഞ്ഞപ്പോൾ BJP ഇവിടെ ഏകപക്ഷമായിട്ട് ഒറ്റക്ക് ഭരിച്ചു. ഇപ്പോഴും അതിൻ്റെ ഒറ്റക്ക് തന്നെയാണ്. ഇവിടെ 3 ന്യൂനപക്ഷങ്ങളുണ്ട് ഇന്ത്യൻ ജനസംഖ്യയിൽ. ഇതിനൊന്നും മഹത്വം കഴിവ് മനസ്സിലാക്കാത്ത ലീഗുകാർ ഇപ്പോഴും ആ പഴയ പല്ലുവേട്ട് പോകാണ്. നശിച്ചു പോവാണ്, തകർന്നു പോവാണ്. ഞാൻ വടക്കേ ഇന്ത്യയിലേക്ക് എത്ര വീടുകൾ ബുൾഡോസ് തകർക്കുന്നുണ്ട്. എന്നിട്ട് ഈ മുസ്ലിം ലീഗിനെ കൊണ്ട് വലിയ പറ്റുന്നുണ്ടോ? വേണ്ട. കോൺഗ്രസ് വേണ്ടുന്നുണ്ടോ? UP-യിൽ നേപ്പാളിൻ്റെ അതിർത്തിയിലേക്ക് ആയിരക്കണക്കിന് നൂറുകണക്കിന് മദ്രസകളും പള്ളികളും ചില ന്യൂനപക്ഷങ്ങളിലെ വീടുകളൊക്കെ ബുൾഡോസ് കൊണ്ട് തകർത്തുള്ളതാണ്. എന്നിട്ട് ഇവിടെ പ്രതിപക്ഷ പാർട്ടി ഒരക്ഷം മിണ്ടുന്നുണ്ടോ? തന്നെയുമല്ല. 20% വരുന്ന മുസ്ലിം സമുദായം, 30 കോടിയോളം വരുന്ന മുസ്ലിങ്ങളിൽ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ 99.9% വോട്ട് ചെയ്തിരിക്കുന്നത് ഈ കോൺഗ്രസ് കീഴിലുള്ള കള്ള പാർട്ടികൾക്കാണ്. എന്നിട്ട് ഇവരാരെങ്കിലും മിണ്ടുന്നുണ്ടോ? ലീഗ് വിട്ട പോട്ടെ, ലീഗ് കഴിവില്ല. മലപ്പുറം ലീഗാണ് അതും വെച്ചു. UP പോയിട്ട് കഴിയില്ല. ഒരാളൊരു ഒട്ടിക്കോച്ച് പോയി 3-4 ഇന്റർനാഷണൽ നേതാക്കൾ ഇത് കിട്ടി 140 വോട്ട് കിട്ടി. അപ്പം അവരെക്കുറിച്ച് പറയുന്നില്ല. പണ്ട് ഇബ്രാഹിം സുലൈമാൻ സേട്ടുള്ളപ്പോൾ പറയും മുസ്ലിങ്ങളിലെ മൊത്തത്തിൽ ചില്ലറായിട്ടുള്ള സംരക്ഷണം ഞങ്ങളാണെന്ന്. അദ്ദേഹം പറയുമെങ്കിലും അതുപോലെ കുറച്ച് ആത്മാർത്ഥരായത്. പക്ഷേ ഇന്നത്തെ മുസ്ലിം നേതാക്കൾക്കില്ല. അവർക്ക് കേരളത്തിൽ ഭരണത്തിൽ കൂടെ മുന്നോട്ട് പോകുന്നല്ലാതെ വേറെ യാതൊരു ഉദ്ദേശമില്ല. അവർ കുറച്ച് ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഇതില്ല. അതുകൊണ്ട് തന്നെ ഈ സമുദായത്തെ ഇത്രയും കാലം മുസ്ലിം ലീഗ് വിറ്റ് അതിൻ്റെ ആനുകൂല്യം പറ്റി നക്കാപ്പിച്ച കോൺഗ്രസ് വാങ്ങി അവർ ആസ്വദിച്ചു. എന്നിട്ട് ഈ മുസ്ലിം സമുദായത്തെ വിറ്റ വോട്ട് അതിൻ്റെ പവർ ഗ്രൂപ്പിസ് ഉണ്ടാക്കിയ കോൺഗ്രസ് പാർട്ടി ആന്റണിയും കരുണാകരനും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയും രമേശുമായിട്ട് പങ്കിട്ടെടുത്ത് അതങ്ങോട്ട് മാറിപ്പോൾ വെള്ളം കുടിക്കാനുണ്ടോ? അറബിക് സർവകലാശാല തുടങ്ങാൻ പറ്റുന്ന പേരിലാണ് 2% വോട്ടുകൾ മാറിയപ്പോഴാണ് 199 ആയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞാൻ പറഞ്ഞില്ല, കോൺഗ്രസോട് പറയാണ് 500 മുതൽ 2000 വരെ വോട്ടിലാണ് 60 മണ്ഡലങ്ങൾ ഇവിടെ ജയിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1001 വോട്ട് മാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അപ്പം അതുകൊണ്ട് ഈ മുസ്ലിം സമുദായത്തെ നിങ്ങൾ തൃപ്തിപ്പെടുത്താതെ നിങ്ങൾ ലീഗുകാരെ തൃപ്തിപ്പെടുത്തി കുഞ്ഞാക്കയുടെയും തങ്ങളുടെയും അനുഗ്രഹം പറ്റിയാലൊന്നും ഭരണം കിട്ടില്ല. ആകെ ജനസംഖ്യയിൽ 3-1 മാത്രമാണ് ലീഗ് അനുഭാവികളുള്ളൂ. ലീഗ് അനുഭാവികൾ, നോട്ട് മെമ്പേഴ്സ്. കാരണം ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 5 ലക്ഷം മെമ്പർമാരുള്ളൂ, ലീഗിന് 23.5 ലക്ഷം മെമ്പർമാരുണ്ട്. അതിന് എല്ലാ ലീഗ് അനുഭാവികളും ചേർത്തുണ്ട്. അങ്ങനെയാണ്. കമ്മ്യൂണിസ്റ്റ് പോലെ അങ്ങനെ മെമ്പർഷിപ്പ് ഇല്ല. അവർക്ക് ഇന്ത്യയിൽ ആകെ 10 ലക്ഷമുള്ളൂ. അപ്പോൾ കോൺഗ്രസ് അത് ഒരു ചെറിയ ഒരു വഴി വിട്ടാണ് ഇപ്പോൾ നമ്മുടെ സതീശൻ സാറ് ചെയ്യുന്നത്. എനിക്കത് അക്കാര്യത്തിൽ അദ്ദേഹം എനിക്ക് അഭിമാനവും അന്തതുകൊണ്ട്. കാരണം അന്ധമായി ലീഗിനോട് സപ്പോർട്ട് ചെയ്യാനില്ല, അല്ലെങ്കിൽ അന്ധമായി സമുദായ സംഘം സപ്പോർട്ട് ചെയ്യാനില്ല. അതൊരു നല്ല സൂചനയാണ്, നല്ല സൂര്യ ലക്ഷണമാണ് കാണുന്നത്. അതുകൊണ്ട് ഡെവലപ്പ് എടുക്കണം. അതിന് മുസ്ലിം സമുദായം സതീശന് ശക്തി പകരണം. ലീഗല്ലാത്ത മുസ്ലിം സമുദായം സതീശന് ശക്തി പറഞ്ഞാലേ അദ്ദേഹത്തെ എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹം പഴയ രമേശിനെ പോലെയൊക്കെ കുഞ്ഞാക്കളെ ഞങ്ങളുടെ കൂടെ അനുകൂലിച്ചു പോകും. അത് വേണ്ട. അത് അദ്ദേഹത്തെ അക്കാര്യത്തിൽ സഹായിക്കണം. പിന്നെ പോരായിക ഒരു ആള് അൻവർ പറയും പോലെ 3/4 പിണറായി എന്നൊക്കെ പറയും. അതൊക്കെ രാഷ്ട്രീയമാണ്. പിന്നെ ലേറ്റസ്റ്റ് ഒരു റിപ്പോർട്ട് വന്ന് നിലമ്പൂരിൽ. ആ റിപ്പോർട്ട് വന്നെന്താണ്? നോട്ടുകൾ താഴെ അൻവർ പോകുന്നുള്ളതാണ്. നോട്ടുകൾ താഴെ പോയാലും താഴെ പോയാലും ഞങ്ങളൊരു കാര്യം പറഞ്ഞു, 12,000 വോട്ടിൽ മാക്സിമം പറഞ്ഞു 1 വോട്ട് കൂടുതൽ കിട്ടിയാൽ ഞങ്ങൾ പറയുന്നത് സമരം ചെയ്യാമെന്ന് പറയാം, നിങ്ങൾ പറയുന്നത് സമരം ചെയ്യാമെന്ന് പറയും. അപ്പോൾ റിപ്പോർട്ട് അങ്ങനെയാണ്, നോട്ടുകൾ താഴെ പറഞ്ഞത്. പക്ഷെ അൻവർ പറയുന്നത് ഞാനെല്ലാം കൂടെ നേടുന്നത് നിലവിളിക്കുകയാണ് ജനങ്ങളുടെ മുമ്പിൽ. ഞാനല്ല, നിങ്ങളാണ് നിങ്ങളെല്ലാം സ്ഥാനാർത്ഥികളാണെന്ന് പറഞ്ഞത്. എന്താ അൻവർജി, നിങ്ങളെല്ലാം സ്ഥാനാർത്ഥിയാകുന്നത്? നിങ്ങളെല്ലാം വോട്ടർമാരെന്ന് പറയുക അല്ല, നിങ്ങളെല്ലാം സ്ഥാനാർത്ഥികളെന്ന് അറിവില്ലായ്മയുടെ പര്യായമാണ്. ലീഗിൻ്റെ മറ്റു പതിപ്പ്, മുസ്ലിം ലീഗിൻ്റെ മറ്റു പതിപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് പേരിട്ട് ICUയുടെ ഫുള്ളും ഇതാണ് കാരണം. മൊയ്തീൻ ഷാഹി ഗ്രൂപ്പും ചിന്തിക്കുന്നതും ലീഗ് നിങ്ങൾ എത്രയോ അജഗജാത വ്യത്യാസമുണ്ട്.
അല്ലെങ്കിൽ അവർ മുസ്ലിം എന്ന പേര് മാറ്റി ഒരു ഒരു മാറ്റത്തിന് വിധേയമാകൂലേ? മാറ്റി വിധേയമാകുന്നുണ്ടോ ഈ ഇത്രയും കാലമായിട്ട്? അല്ല ആരെങ്കിലും ഉണ്ടോ? ഈ മുസ്ലിം സമുദായത്തെ ഞാൻ പറയാം, അതിൻ്റെ പര്യായമാണ് ഇപ്പോൾ അൻവർ പറയുന്നല്ലോ. എന്തെങ്കിലും ലോജിക്ക് ഉണ്ടോ ശാസ്ത്രീയമായിട്ട്? കാരണം വോട്ടർമാർ വിചാരിക്കും, ഒരു വ്യക്തി വിചാരിച്ചാൽ നാട് നന്നാക്കാൻ പറ്റില്ല, ഒരു പ്രസ്ഥാനം വിചാരിച്ചാൽ നാട് നന്നാക്കാം. ഒരു പുരുഷൻ നന്നായി, ഒരു വ്യക്തി നന്നായി, ഒരു സ്ത്രീ നന്നായി, കുടുംബം നന്നായി തന്നെ. അതുപോലെയാണ്. അപ്പോൾ വ്യക്തി എന്ന നിലക്ക് അൻവറിന് ചില കാഴ്ചപ്പാടൊക്കെ ഇല്ലെന്നില്ല. പക്ഷെ അദ്ദേഹം ഇപ്പോൾ എടുക്കുന്ന നിലപാട് പബ്ലിക്ക് അല്ലെങ്കിൽ വോട്ടർമാർക്ക് അനുകൂലിക്കാവുന്നില്ല. പിന്നെ അനുകൂലികളോ അനുഭാവികളോ അല്ലെങ്കിൽ ചില സ്വാധീനം കൊണ്ടോ ചെയ്യും, അത് വേറെ കാര്യം. അത് ചെയ്യണമെങ്കിൽ നിങ്ങൾ LDF വിട്ടുപോലെ UDF നിൽക്കേണ്ടിയിരുന്നു. അല്ല നിങ്ങൾ ഒറ്റയ്ക്ക് മല പറിക്കാം, ഇവിടെ പുതിയൊരു സംവിധാനം ഉണ്ടാക്കാമെന്ന് ഞങ്ങൾ സാധ്യതയുണ്ട്. പക്ഷെ ആ സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ ഉറക്കം കുറേ ഒഴിയണം. ലക്ഷറി ലൈഫും കോടീശ്വരന്മാർക്ക് പറ്റില്ല. പണം ഉണ്ടായത് കുറ്റമല്ല, പക്ഷെ എങ്കിലും ഒരു പണക്കാരെ സംബന്ധിച്ച് നമ്മൾ ധരിക്കുന്ന രീതിയിലൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പോഴും മലപ്പുറത്തെ കുറേ പണക്കാരല്ലേ നയിക്കുന്നത് ഈ അൻവറോടെ. എൻ്റെ 1-2 പേര് പോകാൻ യാത്ര ചെയ്യും. അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങൾ പണം ഉണ്ടെങ്കിൽ പോയിക്കോ, പണമില്ലേ നിങ്ങളെ പോയിട്ട് നാവില്ല. അവിടെ പോയി കുറേ ബെൻസുകാരോ നിങ്ങളുടെ കുറേ ബിസിനസ്സുകാർ ഉണ്ടാവും, അവർ സപ്പോർട്ട് ഉണ്ടാവും, അവർ കൂടെ ഉണ്ടാവും അൻവർ. അവരെല്ലാം നിങ്ങൾക്ക് ചാൻസ് കിട്ടില്ല മതി. ഇതൊക്കെ സത്യം എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഏതായാലും അൻവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇത്തരണത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വഴി എന്ന് പറഞ്ഞാൽ, അസംബ്ലി ഇലക്ഷൻ ഇപ്പോൾ ഏതായാലും കഴിയും. അല്ല, ഇപ്പോൾ ഈ നിലമ്പൂർ ഇലക്ഷൻ ഇപ്പോൾ ഏതാണ് ഇനി വ്യാഴാഴ്ചയല്ലേ, ഇന്ന് വെള്ളിയാഴ്ച, 4-5 ദിവസമേ ഉള്ളൂ. അതിനുമ്പോൾ TMCയുടെ 1-2 വലിയ വലിയ നേതാക്കൾ വരുമെന്നും പ്രിയങ്ക ഗാന്ധി ഇന്നലെ നാളെ മറ്റാളെ വരുമെന്നൊക്കെ ഉണ്ട്. അവർക്ക് ആരൊക്കെ എന്ത് വന്നാലും വന്നില്ലെങ്കിലും പിന്നെ ഇങ്ങനെയുള്ള ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അത് വളരെ കാര്യമാത്ര പ്രസക്തമാണ്. അതെന്താണെന്നറിയോ? അങ്ങനെ എന്ത് കാരണത്തിൻ്റെ പേരിലാണെങ്കിലും രാജിവയ്ക്കുന്ന ഒരു മെമ്പർക്ക് ആ അടുത്ത ബൈ ഇലക്ഷനിലോ അല്ലെങ്കിൽ പൊതു തെരഞ്ഞെടുപ്പിലോ ആ മണ്ഡല ഇലക്ഷൻ മത്സരിക്കാൻ പാടില്ല. ആ ഒരു വിലമല്ല. കാരണം അത് അവർ പറ്റാത്തതുകൊണ്ട് രാജിവെച്ച് കഴിഞ്ഞപ്പോൾ മറ്റ് ഇലക്ഷനിൽ ആ ഇലക്ഷനിൽ മത്സരിക്കാൻ പാടില്ല. ആ ഇലക്ഷന് ഇനി ബൈ ഇലക്ഷൻ ഇല്ലെന്ന് വിചാരിക്കുക. അതിപ്പോൾ 3 മാസം കഴിഞ്ഞ് ഇലക്ഷൻ വേണമെന്ന് 6 മാസം കൂടുതൽ ആവശ്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് പോലും ഒരു മത്സരിക്കാൻ പാടില്ല. എങ്കിലേ പാഠം പഠിക്കുള്ളൂ. എന്ത് രാജിവെക്കുന്നു? എന്ത് കാരണത്തിന് പേരിൽ രാജിവെച്ച് രാഷ്ട്രീയം നിർത്തി മതിയാക്കി പോകുന്നവരുണ്ടാവും, അല്ല കുഴപ്പമില്ല. അതിനർത്ഥം ഒരു MLA യോ MP യോ രാജിവെക്കുന്നതിന് മുൻപ് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഒരു MLA യോ MP യോ ആക്കിയതിന് ശേഷമേ മറ്റുള്ള ആൾ പറയുകയുള്ളൂ. അല്ലെങ്കിൽ അതുവരെ ആ മേഖലയ്ക്ക് MLA ഉണ്ടാവില്ല, MP ഉണ്ടാവില്ല. MLA ഒരു ദിവസം പോലും കൗൺസിലർമാർ അല്ലെങ്കിൽ MLA ഉണ്ടാകാതിരിക്കാൻ പാടില്ല, വേണം. അപ്പം അതിനർത്ഥം ഞാൻ ഒന്നുകൂടി പറയണം, അതിനർത്ഥം ഒരു 6 മാസത്തിനുള്ളിൽ ഇലക്ഷൻ ഉള്ളൂ എങ്കിൽ പിന്നെ ഇലക്ഷൻ ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എൻ്റെ അറിവ് അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഇലക്ഷനിൽ ആ സ്ഥാനാർത്ഥി മത്സരിക്കാൻ പാടില്ല. അത് ഈ പഞ്ചായത്തായാലും ഡിവിഷനായാലും എന്തായാലും കോർപ്പറേഷൻ എന്തായാലും ആ നിയമം വേണം. എന്നിട്ട് രാജിവെക്കാൻ ഉദ്ദേശിക്കുന്ന MLA അല്ലെങ്കിൽ MP അവർ രാജിവെക്കുന്ന മുമ്പായിട്ട് അടുത്ത ഒരു MLA സൃഷ്ടിച്ചിട്ട് വേണം ഇദ്ദേഹം രാജിവെക്കാൻ. അപ്പോൾ എന്തായാലും കണ്ടിന്യൂറ്റി ആ ഒരു MLA ഇല്ലാത്തൊരവസ്ഥ ആ മണ്ഡലത്തിലുണ്ടാവില്ല. അതുകൊണ്ടാണ് രാജിവെക്കുന്ന MLA മത്സരിക്കാൻ പാടുള്ളത്. രാജിവെക്കുന്ന MLAക്ക് മത്സരിക്കാൻ അവസരമുണ്ടെങ്കിൽ പിന്നെ അയാൾ രാജിവെപ്പിക്കാൻ ഇലക്ഷൻ നടത്താൻ പാടില്ല. അതാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും പ്രവർത്തിക്കാനൊന്നും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളോ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളോ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അവിടെ എല്ലാം ഏക ലക്ഷ്യം അടുത്ത ഇലക്ഷനിൽ എങ്ങനെ ജയിച്ചെങ്ങനെ ഭരണത്തിൽ കയറാം. ഇതല്ലാതെ വേറെ ഒരു ലക്ഷ്യവും ഇന്ത്യയിലെ ഇന്ന് നിലവിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു നേതാവിനും ഇല്ല. അവരാകെ ചിന്തിക്കുന്നത് നെക്സ്റ്റ് ഇലക്ഷൻ എങ്ങനെ നേടാം. എന്നാൽ രാഷ്ട്രീയ മീമാംസകൻ എന്ന് പറയുന്ന വ്യക്തി അങ്ങനെയല്ല. അവൻ തലമുറക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. അവൻ പ്രവർത്തിക്കേണ്ടത് ഈ തലമുറക്ക് വേണ്ടി പ്രവർത്തിക്കുകയും വരും തലമുറക്ക് വേണ്ടി ചിന്തിക്കുകയും ചെയ്യണം. അവിടെയാണ് മനുഷ്യത്വം പൂർണ്ണമാവുള്ളൂ, ജീവിതം പൂർണ്ണമാകുന്നത്. മനസ്സിലായില്ലേ?
ഇന്നതുണ്ടോ? അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ ഇന്നത്തെ രാഷ്ട്രീയ വ്യവസ്ഥയും രാഷ്ട്രീയ മൂല്യച്യുതിയും എത്ര കണ്ട് താഴെയാണെന്നും മോശമാണെന്നും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്ക് ബോധ്യമായിട്ടും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അവർ ഒറ്റയ്ക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് പോയി വോട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഇപ്പോൾ ഇന്ത്യയിലെ വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനേ പറ്റുള്ളൂ. മുഖ്യമന്ത്രി പ്രധാനമന്ത്രി തീരുമാനിക്കുന്നത് വിദേശ ശക്തികളോ അല്ലെങ്കിൽ മറ്റു ശക്തികളാണെന്നുള്ള ബാഹ്യ ശക്തികളാണെന്ന് പറയുമ്പോൾ വോട്ടർമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റും. അവർക്ക് പ്രസ്ഥാനം നയിക്കാൻ പറ്റും. പ്രസ്ഥാനം നയിക്കുന്ന അതിൻ്റെ നേതാക്കളാണ്. ആ നേതാക്കൾ, ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ വേണം ഇതിന് മാറ്റം വരുത്താൻ. അതിൻ്റെ ഒരു സൂചന മാത്രമാണ്, അല്ലെങ്കിൽ അകലെ കാണുന്ന ഒരു കറുത്ത ഒരു വെളിച്ചത്തിന് ആ ഒരു പൊട്ടാണ് ഞങ്ങൾ ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് IUC എന്നുണ്ട്. IUC ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ സംഭാഷണം നിർത്താം. അതാണ് ഐ മീനിങ് ഞാൻ, യു മീനിങ് നീ. ഞാനും നീ ഉണ്ടായാൽ ലോകം ഉണ്ടാവും. സി കാണുക എന്നും ഉണ്ടാക്കുന്നത്. പക്ഷെ അത് ചോദിച്ചതിന് കൊടുക്കുമ്പോഴോ കാണുന്നുണ്ടോ എന്ന് ധ്വനി വരും. അതുകൊണ്ടാണ് IUC ചോദ്യചിഹ്നം കൊടുക്കുന്നത്. അങ്ങനെ ഇന്ത്യയിൽ ഞാനും നിങ്ങൾ ഉൾക്കൊള്ളുന്ന ജനസമൂഹം ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ അപച്യുതി അല്ലെങ്കിൽ മൂല്യച്യുതി മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾക്ക് വിധേയമാക്കാൻ പറ്റുമോ എന്നുള്ള എളിയ ചിന്തയുടെയും പ്രവർത്തനത്തിൻ്റെയും ബഹിസ്ഫുരണമാണ് മൊയ്തീൻ ഷായും കൂട്ടും തുടങ്ങിയ ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ്. മനസ്സിലായില്ലേ? അതാണ് ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും ഇത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താൻ പോകണം. അത് മറ്റൊന്നുമല്ല, മലപ്പുറം ജില്ലയിൽ പണിയെടുത്ത ഷീബ എന്നൊരു അധ്യാപിക ആലപ്പുഴ ജില്ലയിൽ നിന്ന് പോയതാണ്. 10-20 വർഷമായിട്ട് അവിടെ താമസിക്കുകയാണ്. അപ്പോൾ അവരുടെ വരുന്ന ഒരു പ്രസ്താവന കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. അത് മറ്റൊന്നുമല്ല, നെഹ്റു കാശ്മീരിൽ ഒരു ഫംഗ്ഷന് ചെന്നപ്പോഴേ കാശ്മീരിനെ കുറിച്ച് പോയിട്ട് പറഞ്ഞു, ഭൂമിയിൽ സ്വർഗമുണ്ടെങ്കിൽ ഇവിടെയാണെന്ന്. അത് നെഹ്റുവിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നെഹ്റു പ്രധാനമന്ത്രി നിലയിൽ അത് പ്രകൃതി ഭംഗി കണ്ടുകൊണ്ടാണ്. പക്ഷേ ഈ ടീച്ചർ പറയുന്നത് മലപ്പുറത്തെ പ്രകൃതി ഭംഗി നോക്കിയല്ല, അവിടുത്തെ ജനങ്ങളുടെ പ്രവൃത്തിയും സഹകരണം കൊണ്ടാണ് ഞാൻ ഈ ഭൂമിയിൽ സ്വർഗമാണെന്നും എനിക്ക് അവിടെ തന്നെ വിട്ടുപോരാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞു. അപ്പോൾ മലപ്പുറത്തെ കുറ്റം പറയുന്നത് പിന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ നന്നായിരിക്കും. അത് വെള്ളപ്പള്ളി ആയാലും PC ജോർജ് ആണെങ്കിലും ജോർജിന് മകൻ ഷോൺ ജോർജ് ആണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ ഇനി ഏതുകൂടി പറയാം, ഒരു നായർ സ്ത്രീയാണ് മരിച്ചത്. അപ്പോൾ ആ നായർ സ്ത്രീയെക്കുറിച്ച് പേരെടുത്ത് വെച്ചാണ് അയാൾ പിന്നെ ഇങ്ങനെ മോശമായൊരു ഇതുണ്ടാക്കി. അതിൽ ശക്തമായ നടപടിയെടുക്കുക തന്നെ ഞങ്ങൾ പറഞ്ഞു. പക്ഷേ ഇതുപോലെ മറ്റുള്ളവരെക്കുറിച്ചും പറയുന്ന നൂറുകണക്കിന് മോശമായിട്ടും വളരെ മോശമായിട്ടും പറയുന്ന നൂറുകണക്കിന് ഇതുപോലെ പബ്ലിക് ടീമുണ്ട്. അവരെ ഇതുപോലെ കുറ്റവാളിയാക്കി ശിക്ഷ കൊടുക്കണം, എങ്കിലും നീതിയാവുള്ളൂ. അപ്പോൾ ഒരു നായർ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് NSS ഇടപെട്ട് അങ്ങനെ സർക്കാർ ക്ഷെടുതി പെട്ടെന്ന് അയാൾ ആദ്യമായിട്ട് സസ്പെൻഡ് ചെയ്ത് ഇനിയിപ്പോൾ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് പിന്നെ റിമാൻഡ് ചെയ്ത് കാണും ഇപ്പോഴും. അത് നല്ല തന്നെ, ഒരു സത്യത്തെക്കുറിച്ചില്ല. പക്ഷെ അതുപോലെ എല്ലാവർക്കും ഗവൺമെൻറ് ശ്രദ്ധിച്ചാലേ നീതിയാവുള്ളൂ. അതല്ലെങ്കിൽ മുന്നോക്ക സമുദായത്തിന് 10% സംവരണം വേണ്ടുന്ന കാര്യത്തിൽ കണ്ണടിച്ച് തുറക്കുമ്പോഴായിട്ട് പിണറായി സർക്കാർ നിയമം പാസ്സാക്കി. പക്ഷേ ജാതി സെൻസസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അത് ഞങ്ങളെ ബാധിക്കില്ല, അത് കേന്ദ്രം ചെയ്യേണ്ട കാര്യം ഒഴി പറയുന്ന ഇതുപോലെ കള്ള നാണയങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പകർന്നു നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.